ബിയാനും സാറയും ഒരു റെസ്റ്റോറന്റിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. സാറയുടെ സുഹൃത്ത് സൽമാൻ താരിയെ പ്രപ്പോസ് ചെയ്ത കാര്യവും അതിലുള്ള തന്റെ അതൃപ്തിയുമൊക്കെ ബിയാൻ സാറയോട് പറയുന്നുണ്ട്. സാറ പറഞ്ഞു, അവർ തമ്മിൽ വിവാഹം കഴിക്കുവാണെങ്കിൽ അങ്ങ് വിവാഹം കഴിക്കട്ടെ. അത് കഴിയുമ്പോ ഡിവോഴ്സ് ചെയ്ത് സൽമാൻ മാറിക്കോളും. താരി നിന്നിലേക്ക് തന്നെ വരും. നിനക്കപ്പോ വീണ്ടും അവളെ വിവാഹം കഴിക്കാം. പക്ഷെ അത് ബിയാനെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അവൾ എന്തു വേണേ കാണിക്കട്ടെ, ആരുടെ കൂടെ വേണേ ജീവിച്ചോട്ടെ. ഇനി എനിക്കാകെ നോക്കാനുള്ളത് എന്റെ മോൻ ഫാത്തിഹിന്റെ കാര്യം മാത്രമാണ്, ബിയാൻ പറഞ്ഞു. ബിയാൻ താരിയെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് സാറയ്ക്ക് ആ പറച്ചിലിൽ നിന്നൊക്കെ വ്യക്തമാവുന്നുണ്ടായിരുന്നു. ബിയാന്റെ അവസ്ഥയോർത്ത് സാറയ്ക്ക് സങ്കടം തോന്നി. പിന്നാലെ ഫാത്തിഹ് വാപ്പയ്ക്കൊപ്പം സമയം ചിലവഴിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിരുന്നു. താരിയും ഡാർമിയും ഫാത്തിഹും അമ്യൂസ്മെന്റ് പാർക്കിലെത്തി. പറഞ്ഞ സമയത്ത് അങ്ങോട്ടേക്ക് ബിയാനും വന്നു ചേർന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അങ്ങോട്ടേക്ക് സൽമാൻ വന്നെത്തുന്നുണ്ടായിരുന്നു. സൽമാൻ വന്നത് കണ്ടതും ബിയാന് ദേഷ്യം വന്നു. ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് താരിയെ സൽമാൻ അടുത്തു നിന്ന് ബിയാൻ വിളിച്ചുകൊണ്ട് പോന്നു. താരിയെ മാറ്റി നിർത്തി ദേഷ്യത്തിൽ ബിയാൻ ചോദിച്ചു, നീയാണോ നിന്റെ ഫിയാൻസിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? എന്ത് കാര്യത്തിന് അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ച്? ഞാനൊന്നുമല്ല, ഫാത്തിഹ വിളിച്ചതാ. ഫാത്തിഹിന്റെ ടീച്ചറാണല്ലോ അദ്ദേഹം. എനിക്ക് അവനെ കണ്ടാൽ തന്നെ പിടിക്കുന്നില്ല. അവനോട് ഇവിടെ നിന്ന് പോവാൻ പറയുന്നുണ്ടോ? സൽമാൻ ടിക്കറ്റ് എടുത്തായിരിക്കും ഉള്ളിൽ വന്നേ. ഞാൻ അയാളോട് എങ്ങനെ പുറത്തു പോവാൻ പറയുന്നേ? താരിയുടെ ആ മറുപടി കേട്ട് ബിയാന് ദേഷ്യം വന്നിരുന്നു. ദേഷ്യം പിടിച്ച് ബിയാൻ അവിടെ നിന്ന് പോന്നു. നടന്നു നീങ്ങിയ ബിയാന് പിന്നാലെ താരിയും ചെല്ലുന്നുണ്ടായിരുന്നു. അവർ വീണ്ടും പാർക്കിനകത്തേക്ക് നടന്നു ചെന്നു. മുമ്പോട്ട് അവർ നടന്നു ചെല്ലുമ്പോൾ എതിരിലതാ സാറ വരുന്നു. സാറി അവിടെ കണ്ടതും ബിയാന് സൽമാനെ കണ്ടപ്പോൾ ദേഷ്യം വന്ന പോലെ താരിക്കും ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് സാറയോട് സംസാരിക്കുകയായിരുന്ന ബിയാനെ താരി പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി. മാറ്റി നിർത്തി ചോദിക്കാൻ ആരംഭിച്ചു, ഈ സാറ എങ്ങനെയാ നിങ്ങളെ കാണാൻ ഇവിടെ വന്നേ? സാർ എന്നോട് എവിടെയാന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. ഞാനാ പറഞ്ഞേ ഞാൻ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടെന്ന്. അത് കണ്ടിട്ട് അവള് വന്നതായിരിക്കും. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? അവളോട് പോവാൻ പറ. അവളും സൽമാനെ പോലെ ടിക്കറ്റിന്റെ പൈസ അടിച്ചായിരിക്കും കേറിയിരിക്കുന്നേ. ഞാനെങ്ങനെ പോവാൻ പറയാനാ എന്ന് ബിയാൻ പറഞ്ഞതും താരി മുഖം വീർപ്പിച്ച് അത് ഇഷ്ടപ്പെടാത്ത പോലെ ദേഷ്യം കാണിച്ച് അവിടെ നിന്ന് പോയി. പിന്നീട് താരിയും ബിയാനും സൽമാനും സാറയും ഒന്നിച്ച് അവിടുത്തെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിരുന്നു. ബിയാനാണെങ്കിൽ സൽമാനെ ഒരുമാതിരി ദേഷ്യത്തോടെ നോക്കുകയാണ്. അവർ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഫാത്തിഹ അടുത്തുണ്ടായിരുന്ന ഒരു വാട്ടർ റൈഡ് കാണിച്ച് നമുക്കതിൽ കളിച്ചാലോ എന്ന് ചോദിച്ചു. കേൾക്കേണ്ട താമസം ബിയാനും സൽമാനും ഓക്കെ പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും മാറി മാറി ഫാത്തിഹിനെയും കൊണ്ട് ആ വാട്ടർ റൈഡിൽ കളിക്കാൻ തുടങ്ങി. ഫാത്തിഹിന് തങ്ങളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന തരത്തിൽ ഒരു സൈലന്റ് കോമ്പറ്റീഷൻ പോലും അവർക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് താരിയും സാറയും സംസാരിക്കുകയാണ്. താരിക്കടുത്ത് സാറ ചോദിച്ചു, സൽമാനുമായുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു? താരിക്കത് കേട്ട് ചെറിയ ദേഷ്യം വരാതിരുന്നില്ല. അവൾ ചെറിയ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു, എന്തിനാ നീ അത് അന്വേഷിക്കുന്നേ? ഞാൻ സൽമാനെ കെട്ടിപ്പോയാ നിനക്കപ്പോ തന്നെ ബിയാനെ കെട്ടാൻ വേണ്ടിയിട്ടാണോ? അത് കേട്ടതും സാറയുടെ മുഖമൊന്നു മാറിയിരുന്നു. അവളുടെ ഓർമ്മകൾ ചില കാര്യങ്ങളിലേക്ക് പോയി. യാഥാർത്ഥ്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത് മുഴുവൻ സാറയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. സാറ സൽമാൻ അടുക്കൽ ചെന്ന് താരിയുടെയും ബിയാന്റെയും കാര്യം വിശദമായി പറഞ്ഞ് മുമ്പേ സംസാരിച്ചിരുന്നു. മതപരമായി താരിക്കും ബിയാനും ഇനി ഒത്തുചേരണമെങ്കിൽ, വിവാഹിതരാവണമെങ്കിൽ മറ്റൊരു പുരുഷൻ താരിയെ വിവാഹം കഴിച്ച് അവളെ ത്വലാക്ക് ചൊല്ലണമായിരുന്നു. അതായത് ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി സൽമാൻ അവർക്കിടയിലേക്ക് കടന്നു കയറി സഹായിക്കണം. ഇരുവർക്കും അസൂയുണ്ടാക്കുന്ന കുശുമ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറണം എന്നൊരാശയം സാറ സൽമാന്റെ മുമ്പിലേക്ക് വെച്ചു. കാര്യങ്ങൾ വിശദമായി എഴുതിയ ഒരു കോൺട്രാക്ട് പേപ്പറും സാറ സൽമാന് മുമ്പിൽ പ്രസന്റ് ചെയ്തിരുന്നു. സൽമാനോട് അത് സൈൻ ചെയ്യാനും സമ്മതിക്കാനും സാറ ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും സൽമാൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സാറ കുറച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോ സൽമാൻ അതിന് തയ്യാറായി. ഇരുവർക്കും കുശുമ്പും അസൂയും വരുത്തുന്ന തരത്തിൽ അവർ അതോടെ പ്ലാനുകൾ മെനയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ സൽമാൻ താരിയുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തു. സാറ തന്നെ സൽമാനെ താരിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പള്ളിയിൽ വെച്ച് താരിയുടെ വല്യച്ഛനെയും ഫാത്തിഹിനെയും മീറ്റ് ചെയ്തതും പാവ സമ്മാനമായി കൊടുത്തതും എല്ലാം തന്നെ ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. താരി ചോദിച്ച ആ ചോദ്യത്തിന് പെട്ടെന്ന് ഇതൊക്കെ ഓർത്ത സാറ, എനിക്കങ്ങനത്തെ ഒരു ഉദ്ദേശവുമില്ല എന്ന് താരിയോട് മറുപടി പറഞ്ഞു. മറുവശത്ത് ഫാത്തിഹിന്റെ തീരുമാനത്തിൽ സംസാരത്തിൽ നിന്നും ബിയാനും സൽമാനും തമ്മിൽ വാട്ടർ റൈഡിൽ ഒരു കോമ്പറ്റീഷൻ തന്നെ വെച്ചു. വാട്ടർ റൈഡുകളിൽ മത്സരിച്ച് ഒന്നാമതാരെത്തും എന്നതായിരുന്നു മത്സരം. ആദ്യത്തെ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും വിജയിച്ചത് സൽമാൻ തന്നെയായിരുന്നു. ബിയാനാകെ വല്ലാതായി. മോനു മുമ്പിൽ താൻ കൊച്ചായി പോയല്ലോ. സൽമാന്റെ അടുത്ത് തോറ്റതിന്റെ ദേഷ്യവും ബിയാൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ദേഷ്യപ്പെട്ട് തന്നെ ബിയാൻ മാറിപ്പോയി. ഇതേ സമയം അമ്മയുടെ വീട്ടിൽ അകുങ്ങിനെ കാണാതെ അമ്മ കൂട്ടുകാർക്കൊക്കെ ഫോൺ ചെയ്തു നോക്കുകയായിരുന്നു. അകുങ്ങിന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചെങ്കിലും അകുങ് എവിടെയാണ് എന്നവർക്കും അറിവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മയുടെ വാപ്പ അവളുടെ അടുത്തേക്ക് വന്നത്. അകുങ് എവിടെ എന്ന് അദ്ദേഹം അമ്മയോട് ചോദിച്ചു. വാപ്പ അതൊന്നും അറിയണ്ട എന്ന് ചിന്തിച്ച അമ്മി അകുങ് ദേ ടൗൺ വരെ പോയതാ, ഇപ്പോ വരുമെന്ന് മറുപടി പറഞ്ഞു. അന്ന് രാത്രിയിൽ വല്യച്ഛനും വല്യമ്മയും താരിയോട് സംസാരിച്ചിരുന്നു. സൽമാൻ
സൽമാനെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ നിന്റെ തീരുമാനമെന്താ? വല്യച്ഛൻ ചോദിച്ചു. ഞാൻ ആരെയും ഇപ്പോ വിവാഹം കഴിക്കുന്നില്ല. എന്താ ഇങ്ങനെ പറയുന്നേ? ഇതുപോലൊരു മാരേജ് പ്രപ്പോസൽ ഇനി നിനക്ക് കിട്ടുമോ? സൽമാൻ എന്ത് നല്ല പയ്യനാണ്, ആലോചിച്ചിട്ടൊരു തീരുമാനം പറ. താരി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം കഫറ്റേരിയയിൽ വെച്ച് അമ്മയും താരിയും കണ്ടുമുട്ടിയിരുന്നു. അകുങ്ങിങ്ങനെ കുറിപ്പെഴുതി വെച്ച് പോയ കാര്യവും കൂട്ടുകാരിയൊന്നും വിളിച്ചിട്ട് അകുങ്ങിനെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല എന്ന കാര്യവും വേദനയോടെ അമ്മ പറഞ്ഞു. താരി അവളെ സമാധാനിപ്പിച്ചു. അവൻ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു പോയതായിരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു വരും, നീ സമാധാനപ്പെട്. അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ അവരുടെ സുഹൃത്തും കഫറ്റേരിയയിലെ ജോലിക്കാരിയുമായ ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നു. കഫറ്റേരിയയിൽ വെച്ച് റഫയുടെ ഭാര്യ വന്ന് താരിയെ കളിയാക്കിയും മറ്റും സംസാരിച്ച് അപമാനിച്ചിരുന്നല്ലോ. അതിന്റെ വീഡിയോ ആരോ ഷൂട്ട് ചെയ്തിരുന്നു. അത് ഇന്റർനെറ്റിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ തന്റെ മൊബൈലിൽ അവർ താരിയെയും അമ്മയെയും കാണിച്ചു. താരി അമ്മയോട് പറഞ്ഞു, ആ റഫയിനി നമ്മുടെ കഫയിൽ വന്നു പോവരുത്. വിഷമിച്ചിരുന്ന അമ്മയെ താരി ആശ്വസിപ്പിക്കുകയും കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് താരിയുടെ വല്യച്ഛനും വല്യമ്മയും സൽമാനെ മീറ്റ് ചെയ്യുകയായിരുന്നു. സൽമാൻ അടുക്കൽ അവർ സംസാരിച്ചു. താരി ഉടനടി തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് ചിലപ്പോ കുറച്ച് സമയം വേണമായിരിക്കും. നമുക്ക് അവൾക്ക് കുറച്ച് സമയം കൊടുത്തൂടെ? വല്യച്ഛന്റെ ആ ചോദ്യത്തിന് സൽമാൻ ഓക്കെ പറഞ്ഞു. മറുവശത്ത് താരിയെ വീണ്ടും മീറ്റ് ചെയ്യാൻ റഫയുടെ വൈഫ് എത്തിയിരുന്നു. റഫയുടെ വൈഫ് കഫയിലെത്തി താരിയോട് തട്ടിക്കയറാൻ തുടങ്ങി. റഫയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറച്ചു ദിവസമായി ഒരു കോണ്ടാക്റ്റുമില്ല. നീ കാരണമായി ഇതൊക്കെ സംഭവിച്ചേ. അവൻ എവിടെയാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചായിരുന്നു റാണി താരിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത്തവണ ഒക്കെ കേട്ടു നിൽക്കാൻ താരിയും ഒരുക്കമായിരുന്നില്ല. റഫയും ഞാനും തമ്മി ഒരു ബന്ധവുമില്ല. വെറുതെ ഇവിടെ വന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. കുറച്ച് ഗൗരവത്തിൽ തന്നെയായിരുന്നു താരി മറുപടി പറഞ്ഞത്. രാത്രിയിൽ അമ്മി തന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലെത്തിയതും വാപ്പ അവളെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ തുടങ്ങി. അകുങ് എവിടെയാ? നീ പറഞ്ഞ പോലെ അവൻ ടൗണിൽ പോയതൊന്നുമല്ല. എനിക്കറിയായിരുന്നു അവനൊരു ധൈര്യമില്ലാത്തവനാ. മുമ്പേ നിന്നോട് ഞാൻ ഇക്കാര്യം പറഞ്ഞതുമാ. ഒന്നും ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവനാ അവൻ. ദേഷ്യത്തിൽ അമ്മയുടെ വാപ്പ അങ്ങനെ പറഞ്ഞു നിൽക്കെ അകുങ് അങ്ങോട്ടേക്ക് കയറി വന്നു. നീ എവിടെ പോയിരുന്നേ? ആരോടും പറയാണ്ട് അങ്ങ് പോകുവാണോ? വീട് വിട്ട് ഇറങ്ങി പോകുവാണോ? ദേഷ്യത്തിലായിരുന്നു അമ്മയുടെ വാപ്പ ചോദിച്ചത്. അകുങ് പറഞ്ഞു, ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയതൊന്നുമല്ല. ടൗണിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു ഒരു ജോലിക്കാര്യത്തിന്. പെട്ടെന്ന് പോവണ്ട വന്നു. അതുകൊണ്ട് ആരോടും പറയാൻ പറ്റാതിരുന്നേ. നീ പോയേ പിന്നെ എന്റെ മോളെന്തോരം വേദനിച്ചെന്നറിയോ? ഇതുപോലാണോ ചെയ്യുന്നേ? ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം പോവാൻ. അതും പറഞ്ഞ് വാപ്പ അവിടെ നിന്ന് പോന്നു. അമ്മ അകുങ്ങിനെ ചെറിയ ദുഃഖത്തോടെ കണ്ണുകൾ നിറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അകുങ്ങും അമ്മയും മുറിയിലെത്തി. അമ്മ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അകുങ്ങിനോട് അവൾ തട്ടിക്കയറി. നീ ഓർക്കുന്നുണ്ടോ വിവാഹത്തിന് മുമ്പ് നീ പറഞ്ഞത് എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്നെ വിട്ടു പോവില്ലെന്ന്? എന്നിട്ട് ഇന്നലെ നീ എന്താ ചെയ്തത്? ആ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വഴക്കടിച്ച് നീ ഇറങ്ങിപ്പോയി. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തു തന്നെ സംഭവിച്ചാലും പോവില്ലെന്ന് പറഞ്ഞ ആളാ. എന്നിട്ട് ചെറിയ കാര്യങ്ങൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. ജീവിതത്തിൽ ഇത്ര ഭയപ്പെടുന്ന ആളാ നീ. നീ ശരിക്കും എന്റെ വാപ്പ പറയുമ്പോൾ ഒരു പേടിച്ചു ദൂറ് തന്നെയാ. ഒന്നിനും കൊള്ളാത്തവൻ. അമ്മയും വാപ്പയെ പോലെ അങ്ങനെ പറഞ്ഞത് കേട്ടതും അകുങ്ങിന് വലിയ ദേഷ്യം വന്നു. അമ്മയെ തല്ലാൻ കയ്യോങ്ങിക്കൊണ്ടവൻ ചെന്നെങ്കിലും അമ്മയെ അവൻ തല്ലിയില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു. ദേഷ്യം കൊണ്ട് അകുങ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൻ രൂക്ഷമായി അമ്മയെ നോക്കി അവിടെ നിന്നിറങ്ങിപ്പോയി. ഇതൊക്കെ കണ്ട് ഏറെ വേദനയോടെ അമ്മ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നീട് സാറയുടെ വാപ്പ സൽമാനെ കാണാനെത്തിയിരുന്നു. ആ സമയം അദ്ദേഹം സൽമാൻ അടുക്കൽ നീ താരിയെ വിവാഹം കഴിക്കാൻ പോകുന്നെന്നറിഞ്ഞു. അത് ശരിയാണോ എന്ന് ചോദിച്ചു. ആണെന്ന് സൽമാൻ മറുപടി പറഞ്ഞു. സാറയുടെ വാപ്പ കുറച്ച് അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം പോയപ്പോ സാറ സൽമാനോട് സംസാരിച്ചു. സൽമാൻ ചെയ്യുന്ന ഈ സഹായത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് താരി ഷോപ്പിങ്ങിനായി പോയിരുന്നു. താരി പോകുമ്പോ റഫ അവളെ പിന്തുടർന്നു വന്നു. താരിക്ക് അടുത്തെത്തി റഫ പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ചു കാര്യങ്ങൾ തനിച്ച് സംസാരിക്കണം. താരിക്ക് വലിയ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താരി പറഞ്ഞു, എനിക്കൊന്നും തന്നെ സംസാരിക്കാനില്ല. നീ കാരണമാ എന്റെ ലൈഫിൽ ഇപ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവിടെ നിന്ന് പോയി തരാമോ? അന്ന് മറ്റൊന്നുകൂടി നടന്നു. ഫാത്തിഹിന്റെ സ്കൂളിൽ നിന്ന് ഫാത്തിഹിനെ വിളിക്കാൻ പോകുന്ന നേരം മറ്റു കുട്ടികളുടെ വാപ്പമാർ അവരെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വരുന്നത് കണ്ട് ഫാത്തിഹ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. താരി അത് നോട്ട് ചെയ്തു. ശേഷം താരി വീട്ടിൽ തുടരുമ്പോഴൊക്കെയും റഫയിൽ നിന്ന് താരിക്ക് തുടർച്ചയായി കോളുകൾ വരാൻ തുടങ്ങി. താരിക്ക് ദേഷ്യമടക്കം തോന്നുന്നുണ്ടായിരുന്നു. കാര്യമായതൊന്നും മൈൻഡ് ചെയ്യാതെ താരി തന്റെ ഫോൺ സൈലന്റിലിട്ട് വെച്ചു. സോഫയിൽ കിടന്ന് ഫാത്തിഹ ഉറങ്ങിപ്പോയിരുന്നു. താരി എഴുന്നേറ്റ് ചെന്ന് ഫാത്തിഹിനെ പൊക്കിയെടുത്ത് കട്ടിലിൽ കൊണ്ടുകിടത്താൻ തയ്യാറായി. ഫാത്തിഹിനെ എടുത്ത് തിരിഞ്ഞതും ബാൽക്കണി ഭാഗത്ത് റഫ വന്നു നിൽക്കുന്ന കണ്ട് താരി ഷോക്കായി പോയിരുന്നു. ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പെട്ടെന്നാണ് അവൾ ഓർത്തത്. ഫാത്തിഹിനെ താഴെ കിടത്തി ഡോറ് ക്ലോസ് ചെയ്യാൻ താരി അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും റഫ അകത്ത് കടന്നിരുന്നു. താരിക്കെതിരെ റഫ നടന്നു വരാൻ തുടങ്ങി. താരി റഫയോട് അലറിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വേഗത്തിൽ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. റഫ അങ്ങനെ പറഞ്ഞു നിൽക്കെ പുറത്തൊരു ലേഡി അലറി വിളിക്കുന്ന ശബ്ദം ഇരുവരും കേൾക്കുന്നുണ്ടായിരുന്നു. താരി തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ അതാ ഒരു ഫയർ എഞ്ചിനുമായി റാണി വന്നു നിൽക്കുന്നു.
ഫയർ എഞ്ചിന്റെ പിൻഭാഗത്ത് കയറി നിന്നിരുന്ന റാണി വളരെ ഫോഴ്സിൽ ഫയർ എഞ്ചിൻ ഓസ് എടുത്ത് അവർക്കെതിരെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ചീറ്റിക്കാൻ തുടങ്ങി. ശക്തമായ പവറിലുള്ള ഫയർഫോഴ്സ് വണ്ടിയിൽ നിന്നുള്ള ആ വെള്ളം ചീറ്റലിൽ താരയുടെ വീടിന്റെ ഗ്ലാസ് തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. റാണി ഇത്തരത്തിൽ ഭ്രാന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും പോലീസ് സംഘവും അടക്കം എത്തിച്ചേർന്നിരുന്നു. റഫയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു. റാണിയെ തടയാൻ റഫ പുറത്തേക്ക് ഇറങ്ങിയോടി. താരിക്കാണെങ്കിൽ ആ നടക്കുന്നതൊന്നും കണ്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡായി കുറച്ചുനേരം താരി നിന്നു. അങ്ങോട്ടേക്കെത്തിയ ഓഫീസേഴ്സ് ബലം പ്രയോഗിച്ച് താരിയെ പിടിച്ചുകൊണ്ടുപോവാൻ ആരംഭിച്ചു. റഫയും അവരുടെ കൂടെ പോയിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും താരി ബിയാനെ കോൾ ചെയ്തു. ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റോ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ബിയാനാകട്ടെ ഓഫീസിൽ തിരക്കിലായിരുന്നു. ഇമ്പോർട്ടന്റ് മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുവാണ്, ഇപ്പോ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബിയാൻ കോൾ കട്ട് ചെയ്തു. ബിയാൻ അങ്ങനെ പറഞ്ഞത് താരിക്ക് വല്ലാത്ത വിഷമമായി. തന്റെ സങ്കടങ്ങൾ പോലും പറയാൻ തനിക്കിപ്പോൾ ആരുമില്ലല്ലോ എന്നൊരു തോന്നൽ അവൾക്ക് വന്നു. അവൾ പ്രാർത്ഥനയിൽ മുഴുകി എന്തു വേണം എന്ന് ആലോചിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ അവൾ ഫാത്തിഹിനെ നോക്കി. ഫാത്തിഹിന്റെ അവസ്ഥയും ആലോചിച്ചു. തന്റെ ജീവിതത്തിലുടനീളം നടന്ന കാര്യങ്ങളെപ്പറ്റി താരി ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. അടുത്ത ദിവസം അവൾ വല്യച്ഛനെയും വല്യമ്മയെയും കണ്ടു. സൽമാനെ വിവാഹം കഴിക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. തന്റെ സമ്മതം അവൾ അവരെ അറിയിച്ചു. സൽമാനും കൂട്ടത്തിലുണ്ടായിരുന്നു. താരയുടെ ആ തീരുമാനം അവരെയൊക്കെ സന്തോഷപ്പെടുത്തി. ഏവരും സന്തോഷിച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങളോടെ എപ്പിസോഡ് 5 അവസാനിക്കുകയാണ്. രസകരമായ സീരീസ് തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.